നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറി. ത്രിയേക ദൈവത്തിനു സ്തുതി. സൗഭാഗ്യവതിയും നിത്യകന്യകയും കറയില്ലാത്തവളുമായ മർത്തമറിയമേ, നിന്റെ വിശുദ്ധിയോടെ കൃപാനൗകി എന്ന പ്രോഗ്രാമിനെ ഇതിലൂടെ എന്നെ ശ്രവിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നാവുകൊണ്ട് കൊല്ലരുത്. എന്നാൽ അവർ വരുവേൻ. നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല. വരുവേൻ, നാം അവനെ നാവുകൊണ്ട് കൊന്നുകളയുക. അവന്റെ വാക്ക് ഒന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. യിരെമ്യാവ് 18:18. ഇന്ന് അനേകം പേർക്ക് ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ വരുന്നത് നാവിൻ്റെ തെറ്റായ പ്രയോഗങ്ങൾ കൊണ്ടാണ്. നാവിൻ്റെ ദുരുപയോഗം ദൈവകൃപ തടസ്സപ്പെടുത്തുന്നുവെന്നും നാം മനസ്സിലാക്കണം. നിസ്സാരമാണെന്ന് തോന്നുന്ന ഈ പാപം ദൈവസന്നിധിയിൽ വലിയ പാപമാണ്. വാൾ കൊണ്ട് വീഴുന്നവരെക്കാൾ അനേകരാണ് നാവാൽ വീഴുന്നവർ. വടികൊണ്ടടിച്ചാൽ അവിടെ മുറിവുണ്ടാകാം, എന്നാൽ നാവുകൊണ്ടടിച്ചാൽ അസ്ഥികൾ തകരും. നാവിൻ്റെ തെറ്റായ ഉപയോഗങ്ങൾ എത്രയെത്ര ജീവിതങ്ങളെയാണ് തകർത്ത് കളഞ്ഞിട്ടുള്ളത്. നാവെന്ന തീയാൽ എത്ര കുടുംബങ്ങളാണ് കത്തിയെരിഞ്ഞ് നാമാവശേഷമായിട്ടുള്ളതും. ജീവനെ ആഗ്രഹിക്കുകയും നമ്മെ കാണേണ്ടതിന് ദീർഘായുസ്സിച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജ്യം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. 34 സങ്കീർത്തനം 12-13 വാക്യങ്ങൾ. ഒരു മനുഷ്യന്റെ ആത്മീയതയെ ഉരച്ചു നോക്കുന്ന നാഴികക്കല്ലാണ് നാവ്. ഒരു വ്യക്തിയുടെ സംസാരം ശേഷം ശ്രദ്ധിച്ചാൽ കൃപ നിറഞ്ഞ വ്യക്തിയാണോ എന്ന് തിരിച്ചറിയാം. കാരണം അവരുടെ വായിൽ നിന്നും അരുതാത്തതൊന്നും വരികയില്ല. ആരെയും നിസ്സാരപ്പെടുത്തി അവർ സംസാരിക്കുകയില്ല. അവർ ആരെയും പരിഹസിക്കുകയോ പരദൂഷണം പറയുകയോ ചെയ്യില്ല. മാത്രമല്ല, അവർ ആരുടെയും പരദൂഷണം കേൾക്കുവാൻ കാതോർക്കുകയുമില്ല. അവർ ദോഷം പറയാതെ അധരങ്ങളെ സൂക്ഷിക്കുന്നവരാണ് നാവ്. ശരീരത്തിലെ ചെറിയ അവയവമാണെങ്കിലും തെറ്റായ നാവിൻ്റെ ഉപയോഗം കൊണ്ടുവരുന്ന വിനകളെക്കുറിച്ചും മറ്റും പ്രതിപാദിക്കുവാൻ യാക്കോബ് ഒരധ്യായം മുഴുവനും മാറ്റിവച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രേരണ സിദ്ധിച്ചും യാക്കോബ് എഴുതിയ അധ്യായമാണ് യാക്കോബ് 3-ാം അധ്യായം. ആ അധ്യായം നാം എപ്പോഴും വായിക്കുന്നത് നന്നായിരിക്കും. നാവിനെ തീ എന്നാണ് യാക്കോബ് പറയുന്നത്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിനു തീ കൊളുത്തുകയും നരകത്താൽ അതിനു തീ പിടിക്കുകയും ചെയ്യുന്നു. യാക്കോബ് 3:5-6 വാക്യങ്ങൾ. നരകത്തിൽ കാണുന്നതാണ് തീ. നാവ്
തീയായി കുടുംബങ്ങളെയും സഭയെയും സമൂഹത്തെയും നരകതുല്യമാക്കുന്നു. ഈ തീ കത്തിക്കുന്നതും നരകത്തിന്റെ അവകാശിയായ സാത്താനാണ്. ആർക്കും മെരുക്കാവുന്നതല്ലാത്ത മരണകരമായ വിഷം നിറഞ്ഞ അവയവമാണ് നാവെന്നും യാക്കോബ് പറയുന്നു. ഈ നാവിനെ നമുക്ക് സ്വയമായി അടക്കുവാൻ സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടിയേ തീരൂ. കുറ്റം പറയുന്നതും കുറ്റം കേൾക്കുന്നതും വലിയ പാപമാണ്. നാം വളരെ നിസ്സാരമായി കാണുന്ന ഈ പാപം നമ്മുടെ ആത്മീയതയെ തകർത്ത് കളയുമെന്നും മറന്നു പോകരുത്. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന്നു കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. യാക്കോബ് 1:26. സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം മറ്റുള്ളവരെ മുറിപ്പെടുത്തുമോ എന്ന് നാം ചിന്തിക്കണം. പരിഹാസികളുടെ കൂട്ടത്തിൽ കൂടരുത്. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കിൽ നിന്നും കേട്ടിരിക്കുന്നു. യെശയ്യാവ് 28:22. വായ് കൊണ്ട് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് മരണകരമായ പാപമായി തന്നെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. നിസ്സാരമായി കാണുന്ന ഈ പാപം നിത്യനാശത്തിലേക്ക് വഴി തെളിയിക്കും. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കേൾക്കുന്നവർക്കോ കൃപ ലഭിക്കേണ്ടതിനും ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതും ഒന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലയോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എഫേസ്യർ 4:29-30 വാക്യങ്ങൾ. ചീത്ത വാക്കുകൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. നമ്മുടെ പ്രാർത്ഥനയും വചനവും നീക്കിക്കളയും. അതിനാൽ ദാവീദിനെ പോലെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. 39 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, വ്യാജ്യമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. 120 സങ്കീർത്തനം 2 വാക്യം. ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ. തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന.